HSA ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ടോപ്പിക് എക്സ്പ്ലനേഷനാണ്. ഗ്രാമർ ടോപ്പിക്കും അതുപോലെ വൊക്കാബുലറിയാണ് നോക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 3 സെറ്റ് ചെയ്തിരുന്നു. കാണാത്തവരൊന്ന് കാണുക. നമ്മൾ നോക്കുന്നത് പ്രിപ്പോസിഷനാണ്. നിങ്ങളുടെ ടോപ്പിക്കാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ നോക്കിയേ. ദ ട്രെയിൻ ഡിപ്പാർട്ട്സ് ഡാഷ് 3 PM തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ. ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ഓണുണ്ട്, അതുപോലെ അറ്റുണ്ട്, അതുപോലെ ഇന്നുണ്ട്, അതുപോലെ ഏതുണ്ട്? ഫോറുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? പറഞ്ഞു നോക്കിയേ. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന അറ്റാണ്. ബി ഓപ്ഷനായിട്ടുള്ള അറ്റാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താ? വ്യക്തമായ സമയങ്ങൾക്ക് മുന്നിൽ നമ്മൾ ചേർക്കുന്ന പ്രിപ്പോസിഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാണ്. വ്യക്തമായ സമയങ്ങൾക്ക് മുന്നിൽ ചേർക്കുന്ന പ്രിപ്പോസിഷനാണ് അറ്റെന്ന് പറയുന്നത്. നമ്മൾ ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ആ കാര്യം മാത്രം നോക്കുക. ഇവിടെ കൃത്യസമയമായതുകൊണ്ട് അറ്റ് ഉപയോഗിച്ച് നമ്മൾ ഉത്തരം എഴുതിയിരിക്കും. രണ്ടാമത്തെ ചോദ്യമാണ് വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഡാഷ് 15th August ആണല്ലോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ 15th August മുന്നിൽ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമെന്നാണ്. ഇന്നുണ്ട്, ഓണുണ്ട്, അതുപോലെ അറ്റുണ്ട്, ഫോറുണ്ട്. ഏത് ഉപയോഗിക്കും നോക്കിയേ. പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ നമ്മൾ ചേർക്കുന്ന പ്രിപ്പോസിഷനാണ് ഓൺ. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓണാണ്. പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ ചേർക്കുന്ന പ്രിപ്പോസിഷനാണ് ഓൺ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം നോക്കിയേ. ഐ വോക്ക് അപ്പ് ട്വൈസ് ഡാഷ് ദ നൈറ്റ് ഡാഷ് ദ നൈറ്റ്. അറ്റുണ്ട്, ഇന്നുണ്ട്, ബിഫോർ ഉണ്ട്, ആഫ്റ്റർ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഇന്നാണ്. അതായത് ലോങ് ഡ്യൂറേഷൻ പീരീഡുകൾക്ക് മുന്നിൽ നമ്മൾ ചേർക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാണ്. എന്നാൽ നൈറ്റ് എന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ അറ്റ് ചേർക്കുക. നൈറ്റിന് മുന്നിൽ ദാ വരികയാണെങ്കിൽ അത് ലോങ് ഡ്യൂറേഷൻ പീരീഡിനെ സൂചിപ്പിക്കുന്നു, ഇന്ന് ചേർത്ത് പറയുക. അടുത്ത നോക്കിയേ. ഐ ട്രാവൽഡ് ഡാഷ് ബസ്. അടുത്ത ചോദ്യമാണ് ഐ ട്രാവൽഡ് ഡാഷ് ബസ്. ബൈ ഉണ്ട്, ത്രൂ ഉണ്ട്, അക്രോസ് ഉണ്ട്, ഓൺ ഉണ്ട്. ഏത് ഉത്തരമായിട്ട് വരുന്നു? നമുക്കിവിടെ ബൈ ആണ്. എ ഓപ്ഷൻ ആയിട്ടുള്ള ബൈ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ചേർക്കുന്ന പ്രിപ്പോസിഷനാണ് ബൈ. അവിടെ എക്സെപ്ഷനൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പഠിക്കും. കാരണം എന്താണ്, എന്തൊക്കെയാണ് പ്രിപ്പോസിഷൻ, എൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് പഠിക്കും. അടുത്ത വരെ നോക്കി. അടുത്ത ചോദ്യം മൈ ഹൗസ് ഈസ് ഡാഷ് ദ റിവർ. മൈ ഹൗസ് ഈസ് ഡാഷ് ദ റിവർ. അപ്പൊ നോക്കിയേ. ബിസൈഡ് ഓപ്ഷനിലുണ്ട്, ബിസൈഡ്സ് ഉണ്ട്, ബിസൈഡ് ഉണ്ട്, അതേപോലെ ബിസിഡ്സ് ഉണ്ട്. ഇത് രണ്ടും എന്തായാലും തെറ്റാണ്. നമുക്ക് ഒന്നെങ്കിൽ ബിസൈഡ് അല്ലെങ്കിൽ ബിസൈഡ്സ്. ഇതിൽ ഏത് നോക്കാം? സൈഡ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ എന്നാണ് അർത്ഥം. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ. അപ്പം വീടിന്റെ എന്ത് ചെയ്യുന്നു? നദിയുടെ അരികിലായിട്ടാണ്. അപ്പം നമുക്ക് ഏത് ഓപ്ഷൻ? ബിസൈഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. SID സൈഡ്, അരികിലെന്നും ബിസൈഡ്സ് കൂടാതെ എന്ന അർത്ഥത്തിൽ എടുക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദ ടു ബ്രദേഴ്സ് ഷെയർഡ് ദ ആപ്പിൾ ഡാഷ് ദംസെൽസ് ഉണ്ടല്ലോ. ബൈ ഓപ്ഷനിലുണ്ട്, ബിറ്റ്വീൻ ഉണ്ട്, ഫോർ ഉണ്ട്, അതുപോലെ വിത്ത് ഉണ്ട്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബിറ്റ്വീൻ ആണ്. അതായത് ബി ഓപ്ഷൻ ആയിട്ടുള്ള ബിറ്റ്വീൻ അവിടെ ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താ? രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ വസ്തുക്കൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. രണ്ട് ബ്രദേഴ്സിന്റെ ഇടയിൽ സ്പ്ലിറ്റ് ചെയ്ത് ഷെയർ ചെയ്തു, അവിടെ പറയാൻ ബിറ്റ്വീൻ ഉപയോഗിക്കും. അടുത്ത നോക്കിയേ. ആർ യു അഫ്രൈഡ് ഡാഷ് സ്നേക്സ്. ബൈ, അറ്റ്, എബൌട്ട്, ഓഫ്. അഫ്രൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ, അഫ്രൈഡ് എന്ന വാക്കിനോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് ആണ്. അഫ്രൈഡിനോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഇതാണ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നമ്മളിനി നോക്കുന്നത് പ്രിപ്പോസിഷന്റെ ടോപ്പിക്കാണ്. എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അറിഞ്ഞൂടാത്ത കുട്ടികളെ ആ ടോപ്പിക് ഒന്ന് അറിഞ്ഞൂടാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കാനും കൂടെ ശ്രമിക്കുക. പ്രിപ്പോസിഷൻ സ്കൂൾ ടെക്സ്റ്റുകളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ടോപ്പിക്കാണ്. നോക്കിയാണെങ്കിൽ നമ്മൾ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോ. ഇന്ന് ഉപയോഗിക്കാറുണ്ട്, അറ്റ് ഉപയോഗിക്കാറുണ്ട്, ഓൺ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ എന്ത് ചെയ്യും? ഓഫ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ സിൻസ് ഉപയോഗിക്കാറുണ്ട്. സിൻസ്, ഫോർ, അതുപോലെ എന്ത് ചെയ്യുന്നു? ടു ഉപയോഗിക്കാറുണ്ട്, ഫ്രം ഉപയോഗിക്കാറുണ്ട്, ഇൻറ്റു ഉപയോഗിക്കാറുണ്ട്, അപ്പോൺ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ എബോ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്,
ബിലോ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്, അണ്ടർ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്, വിത്ത് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ബൈ ഉപയോഗിക്കാറുണ്ട്, വിത്ത്, ബൈ, ഇത്തരത്തിലുള്ള എല്ലാ വാക്കുകളും എക്സെട്ര. ഇത്തരത്തിലുള്ള ബിസൈഡ് പ്രിപ്പോസിഷനാണ്, ബിസൈഡ് ഉപയോഗിക്കാറുണ്ട്, ബിസൈഡ്സ് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്, ബിറ്റ്വീൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ എമംഗ് ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം എക്സെട്ര ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, പ്രിപ്പോസിഷനുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇത്തരം വാക്കുകളെല്ലാം എന്തായിട്ട് ഉപയോഗിക്കുന്നു, പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതിൽ ഓരോന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യതാണ് അറ്റ്. അറ്റ് എവിടെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ പ്രിപ്പോസിഷനാണ് ഏതെന്ന് പറയുന്നത്, അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ആദ്യത്തെ പറയുന്നത്. നോക്കിയേ, എവിടെയാണ് അറ്റ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോണം. നോക്കിയോട്ടെ, ഒന്ന് വ്യക്തം. അറ്റ് രണ്ട് സന്ദർഭങ്ങളിലാണ് അറ്റ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് വ്യക്തമായ സമയത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം, അറ്റ് ചേർക്കാം. വ്യക്തമായ സമയം, അതായത് കൃത്യസമയങ്ങൾ. അറ്റ് 10 o'clock, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നൂടെ അറ്റ് മിഡ് നൈറ്റ്, ഇതൊക്കെ കൃത്യസമയങ്ങളാണ്. അറ്റ് നൈറ്റ്, അറ്റ് ഈവനിങ്, ഇങ്ങനെയുള്ള കൃത്യസമയങ്ങൾക്ക് മുന്നിൽ അറ്റ് ചേർക്കാം. രണ്ടാമത്തെ അറ്റ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വയസ്സിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം, നമ്മളൊക്കെ പ്രായം പറയാൻ വേണ്ടിയിട്ട് അറ്റ് ചേർത്തിട്ട് പറയാം. മൂന്നാമത്തത് വില, എണ്ണം, തൂക്കം. വസ്തുക്കളുടെ വില, അതുപോലെ എണ്ണം, അതുപോലെ അവയുടെ തൂക്കം എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ അറ്റ് ചേർക്കാം. അറ്റ് RS20 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചേർത്ത് പറയാം. ചെറിയ സ്ഥലങ്ങൾ, ചെറിയ സ്ഥലങ്ങൾക്ക് മുന്നിൽ അറ്റ് ചേർക്കാം. താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ചേർക്കാം. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നിങ്ങളൊക്കെ ലോക്കൽ പ്ലേസ് ഒക്കെ പറയുമ്പോൾ അറ്റ് ചേർത്ത് പറയാം. അതുപോലെ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തൊരു കാര്യം പറയുകയാണ്, അറ്റ് അങ്കിൾസ് ഹോം, അറ്റ് എൻട്രൻസ് ഓഫ് ദ ഡോർ. ഇങ്ങനെ കൃത്യ സ്ഥലങ്ങളാണെങ്കിൽ അറ്റ് ചേർക്കാം. അതുപോലെ ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം, ഫെസ്റ്റിവൽസിന്റെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം, അറ്റ് ചേർക്കാം. അപ്പൊ ഏതൊക്കെ കണ്ടീഷൻ, വ്യക്തമായ സമയം, അതുപോലെ വയസ്സ്, വില, എണ്ണം, തൂക്കം, ചെറിയ സ്ഥലങ്ങൾ, സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞാൽ അറ്റ് ഉപയോഗിക്കാം. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ് ഒക്കെയും അറ്റ് ചേർക്കാം. ഇതാണ് അറ്റിന്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ്. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം അറ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില വാക്കുകൾ കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയണം. അതിൽ വരുന്ന വാക്കാണ് ഒന്ന് ബാർക്ക്. ഒന്നാമത്തെ വാക്ക് ഏതാണ്, ബാർക്ക് എന്ന വാക്ക് കഴിഞ്ഞാൽ അറ്റ് ചേർത്ത് പറയണം, അറ്റ് ചേർത്തിട്ട് വേണം. അതുപോലെ ലാഫ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് വേണം. ബാർക്ക്, ലാഫ്. അതുപോലെ എയിം, എബിലിറ്റി, റീജോയ്സ്, അതുപോലെ അമൈസ്ഡ്, അതുപോലെ വണ്ടർ, അതുപോലെ ക്ലവർ, ഗുഡ്, ഗ്ലാൻസ്, ഗസ്. ഏതൊക്കെ വാക്കുകള്, ബാർക്ക്, അതേപോലെ ലാഫ്, എയിം, എബിലിറ്റി, റീജോയ്സ്, അമൈസ്ഡ്, വണ്ടർ, ക്ലവർ, ഗുഡ്, ഗ്ലാൻസ്, ഗസ്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറഞ്ഞിട്ടില്ലേ, അറ്റ് ചേർത്തിട്ട് പറയുക. ഈ വാക്കുകളോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. ഈ വാക്കുകൾ കഴിഞ്ഞ് ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർത്ത് പറയുക, അറ്റ് ചേർത്ത് പറയുക. ഇതാണ് അറ്റിന്റെ ഉപയോഗം. നമുക്ക് അടുത്ത രണ്ടാമത് വരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അടുത്ത പ്രിപ്പോസിഷനാണ് ഓൺ. രണ്ടാമത്തെ പ്രിപ്പോസിഷനാണ് ഓൺ. അടുത്ത കുട്ടികളൊന്ന് കുറിച്ചെടുത്തോണേ. ഓൺ എവിടെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓൺ എന്ന പ്രിപ്പോസിഷൻ എവിടെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയേ, ഒന്നാമത്തെ കണ്ടീഷൻ, ഓൺ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിന് മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഓൺ ഉപയോഗിക്കാം. ഒന്നിന് മുകളിൽ ഇരിക്കുന്നു, മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വസ്തുവിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഓൺ ഉപയോഗിച്ചിട്ട് പറയാം. ഒരു വസ്തുവിന് മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ ഓൺ ഉപയോഗിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ കണ്ടീഷൻ പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം, ഓൺ ഉപയോഗിക്കാം. തീയതികൾക്ക് മുന്നിൽ എന്ത് ചെയ്യാം, ഓൺ ഉപയോഗിച്ചിട്ട് പറയാം. നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയുമ്പം നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ ഓൺ ഉപയോഗിക്കാം. അതുപോലെ ആഴ്ചകളുടെ പേരിന് മുന്നിൽ എന്ത് ചേർക്കാം, ഓൺ ഉപയോഗിച്ച് പറയാം. ആഴ്ചകളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം,
ഓൺ ഉപയോഗിക്കാം. വെനസ്ഡേ, സൺഡേ, സാറ്റർഡേ ഇങ്ങനെയുള്ള ആഴ്ചകളുടെ പേരിൽ ഓൺ ഉപയോഗിക്കാം. മറ്റൊരു കാര്യമാണ്, ആഴ്ചകൾ കഴിഞ്ഞാൽ അടുത്തത് എന്ത് ചേർക്കാം? ഓപ്പൺ പ്ലേസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഓൺ ചേർത്തത്. ഓപ്പൺ പ്ലേസ്, നമ്മളിപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് പറയാൻ ഓൺ ഉപയോഗിക്കാം. തുറസായ സ്ഥലങ്ങൾക്ക് മുന്നിൽ ഓൺ എ ഫാം, ഓൺ എ പ്ലാന്റേഷൻ ഒക്കെ നമുക്ക് ഓൺ ചേർത്തിട്ട് പറയും. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഓൺ എ പ്ലാന്റേഷൻ, ഓൺ ആൻ എസ്റ്റേറ്റ്. ഇങ്ങനെയുള്ള ഓപ്പൺ പ്ലേസുകളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഓൺ ചേർത്തിട്ട് പറയാം. അതുപോലെ മൃഗങ്ങൾക്ക് മുകളിലാണ് സഞ്ചാരമാർഗമെങ്കിൽ ഓൺ ചേർക്കും. മൃഗങ്ങളുടെ മുകളിൽ ഇരുന്ന് സഞ്ചരിക്കുന്നു പറയാൻ ഓൺ. ഓൺ ആൻ എലിഫന്റ് എന്ന് പറഞ്ഞാൽ മൃഗമെങ്കിൽ എലിഫന്റിന്റെ മുകളിൽ. അതുപോലെ എന്ത് ചെയ്യും? കാൽനടയായി നടക്കുന്നു, ഓൺ ഫൂട്ട്. നമ്മൾ കാൽനടയായി നടക്കുന്നു എന്ന് പറയില്ലേ, ഓൺ ഫൂട്ട്. കാൽനടയായി നടക്കുന്നു എന്ന് പറയാനും ഓൺ ചേർക്കും. ഏതൊക്കെ കാര്യങ്ങൾ? ഒരു വസ്തുവിന് മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ, പൂർണ്ണമായ തീയതി, ആഴ്ചകളുടെ പേരിന് മുന്നിൽ, ഓപ്പൺ പ്ലേസിലാണ് ജോലി ചെയ്യുന്നത് സൂചിപ്പിക്കാൻ, മൃഗങ്ങൾക്ക് മുകളിലാണ് സഞ്ചാരമാർഗം എന്ന് കാണിക്കാൻ, ഫൂട്ട് കാൽനടയായി നടക്കുന്നു എന്ന് കാണിക്കാൻ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫെസ്റ്റിവൽസിന്റെ പേരിന് മുന്നിൽ എന്ത് ചേർക്കുന്നു പറഞ്ഞു? അറ്റാണ്. എന്നാൽ ഫെസ്റ്റിവൽസിന്റെ പേര് കഴിഞ്ഞിട്ട്, ഫെസ്റ്റിവലിന്റെ പേര് കഴിഞ്ഞിട്ട് എന്ത് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അറ്റ് ഉപയോഗിക്കരുത്, ഓണം ഉപയോഗിക്കും. അതായത് ഓണം എന്നതിന് മുന്നിൽ അറ്റ് ചേർക്കാം. ഓണം ഡേ, ക്രിസ്മസ് ഡേ എന്നൊക്കെയാണ് കിടക്കണമെങ്കിൽ ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ഓണം ഡേ എന്നൊക്കെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഇത് ഒരു ഓർമ്മയിലിരിക്കുക. ഓക്കെ, ഇനി ചില വാക്കുകൾ കഴിഞ്ഞാൽ ഓൺ ചേർക്കും. ഒന്നാമത്താണ് അറ്റൻഷൻ എന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറഞ്ഞു? ഓൺ ചേർത്ത് അറ്റൻഷൻ, അറ്റൻഷൻ. അതുപോലെ രണ്ടാമത്തെ അറ്റാക്ക്, അറ്റൻഷൻ അറ്റാക്ക്. അതുപോലെ ബേസ്ഡ്, ബേസ്ഡ് എന്ന വാക്ക് കഴിഞ്ഞാൽ ഓൺ ചേർക്കും. ബെൻഡ് എന്ന വാക്ക് കഴിഞ്ഞാൽ ഓൺ ചേർക്കാം. ബേസ്ഡ്, ബെൻഡ്. അറ്റൻഷൻ, അറ്റാക്ക്, ബേസ്ഡ്, ബെൻഡ്. ഇൻഡന്റ് എന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? ഓൺ ചേർക്കാം. ഇൻഡന്റ്, ഓൺ, ഇൻഡന്റ്. അതുപോലെ ഇൻസിസ്റ്റ്, ഇൻസിസ്റ്റ്, ഇൻഡന്റ്, ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ ഓൺ ചേർക്കാം. അപ്പൊ ഏതൊക്കെ വാക്കുകൾ? അറ്റൻഷൻ, അറ്റാക്ക്, ബേസ്ഡ്, ബെൻഡ്, ഇൻഡന്റ്, ഇൻസിസ്റ്റ്. അതുപോലെ എന്ത് ചെയ്യുന്നു? ലെക്ചർ എന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? ഓൺ ചേർക്കാം. ലെക്ചർ ഓൺ. ലാസ്റ്റ് റിലേ, റിലേ ഓൺ, റിപ്പോർട്ട് ഓൺ, റിലേ, റിപ്പോർട്ട്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? ഓൺ ചേർക്കാം. ഓൺ ചേർക്കുന്ന വാക്കുകൾ ഏതൊക്കെ എന്ന് പറഞ്ഞേ? അറ്റൻഷൻ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഓണേ ചേരുള്ളൂ. ഈ വാക്കിനോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഓണാണ്. അറ്റൻഷൻ, അറ്റാക്ക്, ബേസ്ഡ്, ബെൻഡ്, ഇൻഡന്റ്, ഇൻസിസ്റ്റ്. അതുപോലെ കീനുണ്ട് കേട്ടോ, കീൻ, കീൻ. അതുപോലെ ലെക്ചർ, റിലേ, റിപ്പോർട്ട്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓൺ ചേർത്തിട്ട് പറയുക. മറക്കരുത്, ഒന്ന് ഓർമ്മയിരിക്കുക. അടുത്തതാണ് ഇന്ന്. നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്ന പ്രിപ്പോസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാണ്. ഇന്ന് എവിടെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തത് അപ്പൊ നോക്കിയേ, ഇന്ന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിനുള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഉപയോഗിക്കാം. ഒരു വസ്തുവിനുള്ളിൽ, ഒന്നിനുള്ളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ ഇൻ ദി ബാഗ്, ഇൻ ദി ക്ലാസ്, ക്ലാസ്സിനുള്ളിൽ, ബാഗിനുള്ളിൽ എന്നൊക്കെ പറയാൻ. ഒരു വസ്തുവിനുള്ളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഇന്ന് ഉപയോഗിച്ചിട്ട് പറയാം. രണ്ടാമത്തത് എന്ത് ചെയ്യാം? ഇന്ന് ഉപയോഗിക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് എന്ത് ചെയ്യും? മാസങ്ങളുടെ പേരിന് മുന്നിൽ ഇന്ന് ഉപയോഗിക്കാം, വർഷങ്ങളുടെ പേരിന് മുന്നിൽ ഇന്ന് ഉപയോഗിക്കാം, സീസണുകളുടെ പേരിന് മുന്നിൽ ഇന്ന് ഉപയോഗിക്കാം. മാസം, വർഷം, സീസൺ എന്നിവയുടെ പേരിന് മുന്നിൽ ഇന്ന് ഉപയോഗിക്കാം. വർഷം 1950, മാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസം പറയാം, സീസൺ ഏതോണോ പറയാം. ഇനി ഒരു കെട്ടിടത്തിനുള്ളിലിരുന്ന് ജോലി ചെയ്യുന്നു, ഒരു കെട്ടിടത്തിനുള്ളിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് കാണിക്കാൻ ഇന്ന് ഉപയോഗിക്കുന്നു. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്, ഇൻ എ ബാങ്ക്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നൈറ്റ് എന്ന് പറയുന്ന വാക്കിന് മുന്നിൽ അറ്റ് ചേർക്കും, മിഡ് നൈറ്റ് അറ്റ് ചേർക്കും. പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈവനിങ്, ആഫ്റ്റർനൂൺ ഒക്കെ അറ്റ് ചേർക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് മുന്നിൽ ദാ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർക്കാൻ പറഞ്ഞു? ഓൺ ചേർത്ത് പറയാം. ഇവയ്ക്ക് മുന്നിൽ എന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നൈറ്റിന് മുന്നിൽ, മിഡ് നൈറ്റിന് മുന്നിൽ, അതുപോലെ മോർണിംഗ്, ഈവനിങ്, അതുപോലെ ആഫ്റ്റർനൂൺ ഇവയ്ക്ക് മുന്നിൽ ദാ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർത്ത് പറയുക? ഓൺ ചേർത്ത്, സോറി ഇന്ന് ചേർത്തിട്ട് പറയുക, ഇന്ന് ചേർത്ത് പറയുക. അത് ലോങ് ഡ്യൂറേഷൻ പീരീഡ് ആണ്. അപ്പോൾ ലോങ് ഡ്യൂറേഷൻ പീരീഡുകൾക്ക് മുന്നിൽ ഇന്ന് ചേർത്ത് പറയാം.
ലോങ് ഡ്യൂറേഷൻ പീരീഡുകൾക്ക് മുന്നിൽ ഇന്ന് ചേർത്ത് പറയുക, മറക്കരുത്. ഇനി ക്യാഷിന് മുന്നിൽ CH എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം, മൈ സാലറി ഇൻ ക്യാഷ്. അപ്പോൾ പണമിടപാട് പണത്തിന്റെ രൂപത്തിലാണെങ്കിൽ ഇന്ന് ചേർത്ത് പറയാം. എന്നാൽ ചെക്ക്, ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണെങ്കിൽ ബൈ ചേർക്കണം. അപ്പോൾ ക്യാഷിന് മുന്നിൽ ഇന്ന്, ചെക്ക്, ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ് ഒക്കെ ആണെങ്കിൽ എന്ത് ചേർക്കുക, ബൈ ചേർക്കുക. ഇനി ചില വാക്കുകൾ കഴിഞ്ഞാൽ ഇന്ന് ചേർത്ത് പറയാം. ഒന്നാമതാണ് ട്രസ്റ്റ്. ഒന്നാമത്തെ വാക്ക് ഏതാണ്, ട്രസ്റ്റ്. ഒന്നാമത്തെ വാക്ക് ട്രസ്റ്റ്. രണ്ടാമതാണ് എക്സ്പേർട്ട്. നമ്മൾ ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് എല്ലാം കോഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കോഡൊന്നും എഴുതുന്നില്ല, നിങ്ങൾ വാക്ക് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇത് നമ്മൾ ക്ലാസ് ഇതിൻ്റെ പ്രൊപ്പോസൽ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കോഡും ഉണ്ട്, എല്ലാത്തിനും കോഡുണ്ട്. വളരെ ഫണ്ണി ആയിട്ടുള്ള കോഡുകൾ വെച്ചാണ് വാക്കുകൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ട്രസ്റ്റ്, എക്സ്പേർട്ട്. അടുത്ത ഫെയ്ത്ത്. അടുത്ത വാക്കാണ് ഫെയ്ത്ത്. അതുപോലെ അബ്സോർബ്. ഫെയ്ത്ത്, അബ്സോർബ്. അതുപോലെ ബിലീവ്. അടുത്ത വാക്കാണ് ബിലീവ്. അടുത്ത വാക്കാണ് ബിലീവ്. ഇൻവോൾവ്. ഇൻട്രസ്റ്റഡ്. ഇൻവോൾവ് ഇൻ ഇൻട്രസ്റ്റഡ്. അടുത്ത വാക്കാണ് പ്രോഗ്രസ്. അടുത്ത വാക്ക് പ്രൈഡ്. പ്രോഗ്രസ്, പ്രൈഡ്. ലാസ്റ്റ് വാക്ക് സക്സസ്. ഏതൊക്കെ വാക്കുകളാണ്? ട്രസ്റ്റ്, എക്സ്പേർട്ട്, ഫെയ്ത്ത്, അബ്സോർബ്, ബിലീവ്, ഇൻവോൾവ്, ഇൻട്രസ്റ്റഡ്, പ്രോഗ്രസ്, പ്രൈഡ്, സക്സസ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഇന്ന് ചേർത്ത് പറയുക. ഈ വാക്കുകളോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷനാണ് ഇന്നെന്ന് പറയുന്നത്, മറക്കരുത്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഇന്ന് ചേർത്ത് പറയുക. ഓക്കെ. അതുപോലെ അടുത്ത് നമുക്ക് വരുന്ന ഇങ്ങനെ 3 പ്രിപ്പോസിഷനായി. അടുത്ത് വരുന്ന പ്രിപ്പോസിഷനാണ് സിൻസ്. ഇവിടെ സിൻസ് എവിടെ ഉപയോഗിക്കാം നോക്കിയാണ്. സിൻസ് അതുപോലെ ഫോർ. സിൻസ് അല്ലെങ്കിൽ ഫോർ അങ്ങനെ ഉപയോഗിക്കാം. ഈ കുറച്ച് കോംബോ പ്രിപ്പോസിഷനാണ്. സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി സിൻസ് ഉപയോഗിക്കുന്നു. സിൻസ് മോർണിംഗ്, സിൻസ് അതായത് രാവിലെ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഫോർ ആണെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ ഉപയോഗിക്കുന്നത്, ഒരു കാലഘട്ടത്തെ. ഫോർ 2 hours. ഈ സിൻസ് ഫോർ ഏത് സെന്റൻസിലാണ് ഉത്തരം വരുന്നത്? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ ഒക്കെ വരുന്ന സെൻസിലാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ? അത്തരം സെൻസിന് പ്രിപ്പോസിന്റെ ഭാഗത്ത് ഡാഷ് കഴിഞ്ഞാൽ സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാം. എങ്ങനെ കണ്ടെത്താം? ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ, ഒരു പ്രത്യേക കാലം, ഒരു വർഷം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ്, ഒരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഫോർ ഉപയോഗിക്കാം. ഇനി സിൻസിന് വേറെ വാക്കൊന്നുമില്ല. എന്നാൽ ഫോർ ചില വാക്കുകൾ കഴിഞ്ഞാൽ ഫോർ ചേർത്തിട്ടാണ്, ചില വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ഫോർ ചേർക്കണം. ഒന്നാമത്തെ വാക്കാണ് ആങ്സൈറ്റി. കഴിഞ്ഞാൽ ഫോർ ചേർക്കണം, ആങ്സൈറ്റി. അതുപോലെ അഫക്ഷൻ കഴിഞ്ഞാൽ ഫോർ ചേർക്കണം, അഫക്ഷൻ. ആങ്സൈറ്റി, അഫക്ഷൻ. അതുപോലെ കമ്പാഷൻ കഴിഞ്ഞാൽ ഫോർ ചേർക്കണം, ആങ്സൈറ്റി, അഫക്ഷൻ, കമ്പാഷൻ. ഗ്രീഡ് കഴിഞ്ഞാൽ ഫോർ ചേർക്കണം, ഗ്രീഡ്. അതുപോലെ പാഷൻ, പേ, പിറ്റി. പാഷൻ, പേ, പിറ്റി. അതുപോലെ റിക്വസ്റ്റ്, അതുപോലെ റിഗാർഡ്, റിഗ്രറ്റ്. റിക്വസ്റ്റ്, റിഗാർഡ്, റിഗ്രറ്റ്. റിക്വസ്റ്റ്, റിഗാർഡ്, റിഗ്രറ്റ്. അടുത്ത വാക്കാണ് എസ്റ്റീം. അടുത്ത വാക്ക് കണ്ടംപ്റ്റ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഈ വാക്കുകളോടൊപ്പം ഫോർ ആണ് ചേർന്നത്. അപ്പൊ ഫോർ ചേർന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ആങ്സൈറ്റി, അഫക്ഷൻ, കമ്പാഷൻ, ഗ്രീഡ്, അതുപോലെ പാഷൻ, പേ, പിറ്റി, റിക്വസ്റ്റ്, റിഗാർഡ്, റിഗ്രറ്റ്, എസ്റ്റീം, കണ്ടംപ്റ്റ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഫോർ ചേർത്ത് പറയണം. ഈ വാക്കുകളോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ആണ് ഫോർ. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർക്കാം? ഫോർ ചേർത്തിട്ട് പറയുക. ഓക്കെ. അടുത്ത് നോക്കിയാണ്ടേ അടുത്ത് വരെ നമുക്ക് വരുന്ന പ്രിപ്പോസിഷൻ കുറച്ച് സാധാ നമ്മൾ എന്ത് ചെയ്യുന്നത് വാക്കുകൾ വച്ചിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആണ്. നോക്കി ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ഏബോ. അതിന് വേറെ വാക്കോ അല്ലെങ്കിൽ അതിന് വേറെ വാക്കുകളൊന്നും ഫോളോ ചെയ്യില്ല. ഏബോ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നർത്ഥം വരുന്നത് നമുക്ക് ഏബോ ഉപയോഗിക്കാം.
മുകളിൽ എന്നർത്ഥം വരുന്നത് എബോ ഉപയോഗിക്കും. അർത്ഥം നോക്കി എഴുതിയാൽ മതി. ദ സ്കൈ ഈസ് എബോസ് എക്സാമ്പിൾ. എന്നാൽ ബിലോ അതിന്റെ മറ്റൊരെണ്ണമാണ് ബിലോ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് താഴെ എന്നർത്ഥം വരുന്നത് ബിലോ ഉപയോഗിക്കാം. താഴെ എന്നർത്ഥം വരുന്നത് ബിലോ ഉപയോഗിക്കാം. അത് അർത്ഥം നോക്കി മാത്രം എഴുതാൻ പറ്റുന്ന സാധനമാണ്. എന്നാൽ ഇൻറ്റു ഉണ്ട് എന്ത് ചെയ്യുന്നത് ബിലോ എബോ ബിലോ. അണ്ടർ ആണെങ്കിൽ അവർക്ക് അണ്ടർ എന്ന പ്രപ്പോസ് എവിടെ ഉപയോഗിക്കാം? അടിയിൽ എന്നർത്ഥം വരുന്ന അണ്ടർ ഉപയോഗിക്കാം. അടിയിൽ എന്നർത്ഥം വരുന്നത് അണ്ടർ ഉപയോഗിക്കാം. അപ്പം എബോ മുകളിൽ എന്നർത്ഥം വരുന്നു, ബിലോ താഴെ എന്നർത്ഥം വരുന്നു. മൈ ഹൗസ് ഈസ് ബിലോ ദ ഹിൽ. അണ്ടർ ആണെങ്കിലോ അടിയിൽ എന്നർത്ഥം വരുന്നത് ഉപയോഗിക്കുന്നു. മറക്കില്ലല്ലോ. അതുപോലെ ബിറ്റ്വീൻ എവിടെ ഉപയോഗിക്കാം? ബിറ്റ്വീൻ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാനാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടി ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. രാജു സിറ്റ്സ് ബിറ്റ്വീൻ രാമു ആൻഡ് രാധ. രാമുവിന് രാധയുടെ ഇടയിൽ രാജു ഇരിക്കുന്നു. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ. എന്നാൽ യമങ് ആണെങ്കിൽ നമുക്ക് യമങ് രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് യമങ് ഉപയോഗിക്കാം. അല്ലേ, രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി യമങ് ഉപയോഗിക്കാം. എ തീഫ് ഹൈഡ് എമംഗ് ട്രീസ്, മരങ്ങൾക്കിടയിൽ. അപ്പൊ രണ്ടിൽ കൂടുതലല്ലേ എമംഗ് ട്രീസ് അവിടെ പറയാം. അതുപോലെ ബിസൈഡ് ആണെങ്കിൽ ബിസൈഡ് അരികിൽ എന്നർത്ഥം വരുന്നത് അരികിൽ. എന്നാ ബിസൈഡ്സ് ആണെങ്കിൽ അവിടെ ബിസൈഡ്സ് കൂടാതെ എന്നർത്ഥം വരുന്നത് ബിസൈഡ്സ് ഉപയോഗിക്കാം. ബിസൈഡ് അരികിൽ എന്നർത്ഥം വരുന്നത് ബിസൈഡ് ഉപയോഗിക്കാം. മറക്കല്ലേ, ബിസൈഡ് അരികിൽ എന്നർത്ഥം വരുന്നിടത്തും ബിസൈഡ്സ് കൂടാതെ എന്നർത്ഥം വരുന്നിടത്തും ഉപയോഗിക്കാം. അതുപോലെ ഇൻറ്റു ആണെങ്കിൽ അവിടെ ഇൻറ്റു ഒന്നിനുള്ളിലേക്ക് എന്നർത്ഥം വരുന്നത് ഒന്നിന് ഉള്ളിലേക്ക്. ഇൻറ്റു ദ റൂം, ഇൻറ്റു ദ സ്ട്രീറ്റ്, ഒന്നിനുള്ളിലേക്ക് കയറിപ്പോയി എന്ന് പറയാനാണ്. എന്നാൽ അപ്പോൺ ആണെങ്കിൽ അപ്പോൺ ഒന്നിന് മുകളിലേക്ക് എന്നർത്ഥം വരുന്നു. അപ്പോൺ ദ ഫ്ലോറിന് മുകളിലേക്ക്. അപ്പോൺ ദ ബെഡിന് മുകളിലേക്ക്. ഒരു വസ്തുവിന് മുകളിലേക്ക് എന്ന് പറയാൻ അപ്പോൺ ഉപയോഗിക്കുന്നു. എന്നാൽ ത്രൂ ആണെങ്കിൽ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലൂടെ കടന്നുപോയി എന്ന് പറയാൻ വേണ്ടി ത്രൂ ഉപയോഗിക്കുന്നു. ത്രൂ ഒന്നിലൂടെ കടന്നുപോയി. അല്ലെങ്കിൽ എ ബീം ഓഫ് ലൈറ്റ് ക്യാൻ പാസസ് ത്രൂ ദ ഗ്ലാസ്. അപ്പൊ ഒന്നിലൂടെ കടന്നുപോയി എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ത്രൂ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞേ, നമുക്ക് ഏതൊക്കെ പറഞ്ഞു? ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഒന്നിനുള്ളിലേക്കുള്ള ചലനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻറ്റു. അപ്പോൺ എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിലേക്ക് എന്നർത്ഥം വരുന്നത് അപ്പോൺ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പറഞ്ഞത് ത്രൂ, ഒന്നിലൂടെ കടന്നുപോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഉപയോഗിക്കാം. ഒന്നിലൂടെ കടന്നുപോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഉപയോഗിക്കാം. ക്ലിയർ ആണോ? അടുത്ത് വരെ നോക്കിയേ. അടുത്തത് ഫ്രമും ടു ആണ് കേട്ടോ. ഫ്രമും ടു ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യം ഫ്രം ആണ്. സാധാരണ ഈ ഫ്രം നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നില്ല. ഫ്രം നമ്മൾ ഈ കത്തൊക്കെ എഴുതുമ്പോൾ ഫ്രമും ടു വയ്ക്കാറുണ്ട്. ഫ്രം എന്ന് പറഞ്ഞാൽ ആരെ ഐഡിയാണ് വയ്ക്കുന്നത്? ആരാണോ കത്തെഴുതുന്ന അവരുടെ അഡ്രസ്സ്, അല്ലേ? അപ്പൊ അത് തന്നെയാണ് ഫ്രം. തുടക്ക സ്ഥാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഫ്രം ഉപയോഗിക്കുന്നു. തുടക്കം. ഫ്രം തിരുവനന്തപുരം ടു കൊല്ലം. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക്. തുടക്ക സ്ഥാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രം ഉപയോഗിക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അതാണ് ഫ്രമിന്റെ ഉപയോഗം, കോമൺ ഉപയോഗം. ചില വാക്കുകൾ കഴിഞ്ഞാൽ ഫ്രം ചേർക്കാം. ഒന്നാമത്തത് ദി ആബ്സെന്റ്. ഒന്നാമത്തെ വാക്ക് ഏതാ? ആബ്സെന്റ്. രണ്ടാമത്തത് അബ്സ്റ്റെയിൻ. രണ്ടാമത്തെ വാക്കാണ് അബ്സ്റ്റെയിൻ. ആബ്സെന്റ്, അബ്സ്റ്റെയിൻ. മൂന്നാമത്തെ വാക്കാണ് ബോറോ. മൂന്നാമത്തെ വാക്ക് ബോറോ. അടുത്ത വാക്കാണ് ഡിസെന്റ്. അടുത്ത വാക്ക് ഡൈവേർട്ട്. അടുത്ത വാക്ക് എസ്കേപ്പ്. അടുത്ത വാക്ക് ഫ്രീഡം. ലാസ്റ്റ് റെസിഗ്നേഷൻ. വാക്കുകൾ ഏതൊക്കെയാണ് മക്കളെ? ആബ്സെന്റ്, അബ്സ്റ്റെയിൻ, ബോറോ, ഡിസെന്റ്, ഡൈവേർട്ട്, എസ്കേപ്പ്, അതുപോലെ ഫ്രീഡം, റെസിഗ്നേഷൻ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ഫ്രം ചേർക്കാം. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഡാഷ് വരികയാണെങ്കിൽ അവിടെ ഫ്രം ഉപയോഗിക്കാം. ആബ്സെന്റ്, അബ്സ്റ്റെയിൻ, ബോറോ, ഡിസെന്റ്, ഡൈവേർട്ട്, എസ്കേപ്പ്, ഫ്രീഡം, റെസിഗ്നേഷൻ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ഫ്രം ചേർത്തിട്ട് പറയാം.
മറക്കരുത്. ഓക്കെ, അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടു. ടു എവിടെ ഉപയോഗിക്കാന്നാണ് പറയുന്നത് കേട്ടോ. ടു നമ്മൾ കത്തെഴുതുമ്പോൾ ടു എന്തിനാണ് വയ്ക്കുന്നത്? ആർക്കാണോ കത്തെഴുതുന്നത് അവരുടെ അഡ്രസ്സ്. അത് തന്നെയാണ് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ടു ഉപയോഗിക്കുന്നത്. ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ടു ഉപയോഗിക്കുന്നു. ടു തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക്. ചില വാക്കുകൾ കഴിഞ്ഞാൽ ടു ചേർത്ത് പറയാം. നോക്കിയാണ് അത് അത്രയും പഠിച്ചോണം. വിത്ത് എ വ്യൂ, ഒന്നാമത്തെ വാക്ക് ഏതാണ്ട് വിത്ത് എ വ്യൂ, വിത്ത് എ വ്യൂ. രണ്ടാമത്തത് ലുക്ക് ഫോർവേഡ്, ലുക്ക് ഫോർവേഡ്. മൂന്നാമത്തത് ഒബ്ജക്റ്റഡ്, ഒബ്ജക്റ്റഡ്. നാലാമത്തത് അഡിക്റ്റഡ്. അടുത്തത് അക്യുസ്റ്റോംഡ്, അക്യുസ്റ്റോംഡ്. അടുത്തത് ഡെഡിക്കേറ്റഡ്. അടുത്തത് കമ്മിറ്റഡ്. വാക്കുകൾ ഏതൊക്കെയാണുള്ള? ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും പ്രധാനപ്പെട്ട വാക്കുകളാണ് പറയുന്നത്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ചേർക്കുക, ടു ചേർക്കുക. കാരണം ഇത് 2-3 ടോപ്പിക്കിനകത്ത് വരുന്ന വാക്കാണ്, ജെറണ്ടിലൊക്കെ വരുന്ന വാക്കാണ്. പഠിച്ചേ വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഒന്നും കൂടെ വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ടു ചേർക്കുക. ഓക്കെ, അതുപോലെ അടുത്ത് വരുന്നതാണ് പ്രിഫർ. ഈ വാക്കുകളും പഠിക്കുക. അടുത്ത വാക്കാണ് പ്രിഫർ. വാക്ക് ഏതാണ് മക്കളെ? പ്രിഫർ. പ്രിഫർ, ജൂനിയർ, അതുപോലെ സീനിയർ, ഇൻഫീരിയർ, അതുപോലെ സുപ്പീരിയർ, ആൻറ്റീരിയർ, അതുപോലെ പോസ്റ്റീരിയർ, അതുപോലെ എൽഡർ. വാക്കുകളൊക്കെ ഉണ്ടായി. പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ. ഒരു തവണ കൂടെ പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ. അതുപോലെ ഏഴ് വരുന്ന കുറച്ച് വാക്കുണ്ട്. അക്സെപ്റ്റബിൾ, അക്സെപ്റ്റബിൾ. അടുത്തത് അക്കോർഡിംഗ്, അക്കോർഡിംഗ്. അടുത്തത് ആഡ്. അടുത്തത് അഫെക്ഷനേറ്റ്. അടുത്തത് അപ്പോയിന്റ്, അപ്പോയിന്റ്. അതുപോലെ അസെന്റ്, ASCENT, അസെന്റ്. ഈ അസെന്റ്, ASCENT, അസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം എന്നാണ് കേട്ടോ. അപ്പൊ വാക്കുകൾ ഏതൊക്കെയുണ്ടായി? പറഞ്ഞ വാക്കുകൾ അക്സെപ്റ്റബിള്, അക്കോർഡിംഗ്, ആഡ്, അഫെക്ഷനേറ്റ്, അപ്പോയിന്റ്, അസെന്റ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ടു ചേർത്താം. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ടു ചേർത്തിട്ട് പറയാം. അപ്പൊ വാക്കുകൾ എന്ന് പറഞ്ഞാണ് മക്കളെ. പറഞ്ഞ വാക്കുകൾ എന്തൊക്കെ പറഞ്ഞു? വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. കഴിഞ്ഞ ടു. പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ. കഴിഞ്ഞാൽ ടു. അക്സെപ്റ്റബിള്, അക്കോർഡിംഗ്, ആഡ്, അഫെക്ഷനേറ്റ്, അപ്പോയിന്റ്, അസെന്റ്, അസെന്റ്. ഈ വാക്കുകൾ കഴിഞ്ഞാലും ടു ചേർക്കാം. അതേപോലെ ബിലോങ് കഴിഞ്ഞാൽ ടു ചേർക്കാം. ബിലോങ്സ് ടു, ബിലോങ്. അതുപോലെ ക്ലോസ് കഴിഞ്ഞാൽ ടു ചേർക്കാം. ക്ലോസ് എന്ന വാക്ക് കഴിഞ്ഞാൽ ടു ചേർക്കാം. കമ്പയർ, COMPARE, കമ്പയർ കഴിഞ്ഞാൽ ടു ചേർത്ത് പറയാം. അതുപോലെ ഈക്വൽ കഴിഞ്ഞാൽ ടു ചേർത്ത് പറയാം. ഈക്വൽ. ഈ വാക്കുകളെല്ലാം പ്രധാനപ്പെട്ടാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മാത്രമേ പറയാനുള്ളൂ. ഈക്വൽ ഇതെല്ലാം കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? ടു ചേർക്കാം. മറക്കൂലല്ലോ, ഓർമ്മയിലിരിക്കുക. ടു എന്ന പ്രിപ്പോസിഷൻ. അടുത്ത് നമുക്ക് വരുന്നതാണ് വിത്ത്. അടുത്ത് വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്ടേ? വിത്ത്. ഈ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്ന അർത്ഥത്തിലാണ് വിത്ത് പറയുന്നത്. ഒപ്പം എന്ന അർത്ഥത്തിലാണ് വിത്ത് പറയുന്നത്. നമുക്ക് ഒപ്പം, കൂടെ. ഹി കംസ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്, വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അതുപോലെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഉപയോഗം പറയാൻ നമുക്ക് വിത്ത് ഉപയോഗിക്കാം. ഒരു ഉപകരണത്തിന്റെ ഉപയോഗം പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിത്ത് ഉപയോഗിക്കാം. പ്ലീസ് കട്ട് വിത്ത് നൈഫ്, കട്ട് വിത്ത് നൈഫ്. ചില വാക്കുകൾ കഴിഞ്ഞാൽ വിത്താണ് ചേർക്കുക. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റഡ്, അഫക്റ്റ്. രണ്ടാമത്തത് അസോസിയേറ്റ്. മൂന്നാമത്തത് ബാറ്റിൽ.
മൂന്നാമത്തത് ബാറ്റിൽ. ഇപ്പൊ ഏതൊക്കെ വാക്കുകൾ? അഫക്റ്റഡ്, അസോസിയേറ്റ്, ബാറ്റില്. അടുത്തത് ബിഗിൻ, ബിഗിൻ. അടുത്തത് ബൈ, ബൈ അല്ല ബിസി. അടുത്തത് ബിസി, ബൈ പറയണ്ട, ബിസി. അടുത്തത് കമ്പയർ അല്ല സോറി കമ്പയർ വിത്ത്, കമ്പയർ. അടുത്ത വാക്കാണ് കമ്പയർ വിത്ത്. അതുപോലെ ഫെഡപ്പ്, ഫെഡപ്പ് വിത്ത്. വാക്കുകൾ പറഞ്ഞാണ് അഫക്റ്റ്, അഫക്റ്റ്, അസോസിയേറ്റ്, ബാറ്റിൽ, ബിഗിൻ, ബിസി, കമ്പയർ. ഓക്കെ. അതുപോലെ സാറ്റിസ്ഫൈഡ് വിത്ത്, സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ് വിത്ത്. അതുപോലെ ഇൻറ്റിമസി വിത്ത്, ഇൻറ്റിമസി വിത്ത്, സാറ്റിസ്ഫൈഡ്, ഇൻറ്റിമസി വിത്ത്. ഓക്കെ. മാഡ് വിത്ത്, മാഡ്, മാഡ് വിത്ത്. ഇത്തരത്തിലുള്ള വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് പറയുക? വിത്ത് ചേർക്കുക. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ വിത്ത്. ഏതാണ്? അഫക്റ്റഡ്, അസോസിയേറ്റ്, ബാറ്റില്, ബിഗിൻ, ബിസി, കമ്പയർ, ഫെഡപ്പ്, സാറ്റിസ്ഫൈഡ്, ഇൻറ്റിമസി, മാഡ്. കഴിഞ്ഞാൽ വിത്ത് ചേർക്കുക. അടുത്ത് വരുന്ന പ്രൊപ്പോസിഷൻ ആണ് ഓവർ. എവിടെ ഉപയോഗിക്കാം? ഓവർ എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിലൂടെ എന്നർത്ഥം വരുന്നത് ഓവർ ആയിരുന്നു. എ ക്രീം ഓവർ ദ കേക്ക്, എ ബ്രിഡ്ജ് ഓവർ ദ റിവർ. ഒന്നിനു മുകളിലൂടെ എന്നർത്ഥത്തിൽ ഓവർ. എ കാറ്റ് ജംപ്ഡ് ഓവർ ദ വാൾ, ചുമരിന് മുകളിലൂടെ ചാടി. അപ്പോൾ ഒന്നിനു മുകളിലൂടെ എന്നർത്ഥം എടുത്ത് ഓവർ ഉപയോഗിക്കാം. മുകളിലൂടെ, മുകളിലൂടെ എന്നർത്ഥം വരുന്നത് ഓവർ ഉപയോഗിക്കാം. അപ്പൊ ചില വാക്കുകൾ ഇങ്ങനെ ഓവർ ചേർക്കാം. ഒന്ന് അഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ് ഓവർ. അടുത്താണ് ട്രിംഫ്, ട്രിംഫ് ഓവർ. അഡ്വാൻറ്റേജ്, ട്രിംഫ് ഓവർ. മോൺ, MOURN, മോൺ ഓവർ. ഓക്കെ. ഈ വാക്കുകൾ ഇങ്ങനെ എന്ത് ചേർക്കാം? ഓവറാണ്. പ്രധാനപ്പെട്ട വാക്കാണ് ഞാൻ പറഞ്ഞത്. അഡ്വാൻറ്റേജ്, ട്രിംഫ് ഉയർച്ച, മോൺ, MOURN, മോൺ എന്ന് പറഞ്ഞാൽ വിലാപം. ഈ വാക്കുകൾ ഇങ്ങനെ ഓവർ ചേർക്കുക. അഡ്വാൻറ്റേജ്, ട്രിംഫ്, മോൺ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഓവർ ചേർക്കാം. അപ്പോൾ ഒന്നിനു മുകളിലൂടെ എന്നർത്ഥം വരുന്നത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓവർ ഉപയോഗിച്ച് പറയാം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്ത് പറഞ്ഞു കുട്ടികളെ? ഓവർ ഉപയോഗിച്ച് പറയാം. രണ്ടാമത് പറഞ്ഞത് ചില വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? ഓവർ ചേർത്ത് പറയാന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം അവസാനിച്ചു എന്ന് പറയാനും ഓവർ ചേർക്കാം കേട്ടോ. ഓവർ, അഡ്വാൻറ്റേജ്, മോൺ, ട്രിംഫ് ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? ഓവർ ചേർത്തിട്ട് പറയാം. ഓക്കെ. അടുത്ത് വരുന്ന പ്രിപ്പോസിഷൻ ആണ് ഓഫ്. നമുക്ക് അടുത്ത് വരുന്നതാണ് ഓഫ്, ഓഫ്, OF, ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാരണത്താൽ, ഒരു കാരണത്താൽ എന്നർത്ഥം വരുന്നതാണ് ഓഫ് ഉപയോഗിക്കുക. കാരണം ഡൈഡ് ഓഫ് ഗ്രിഫ്, ഡൈഡ് ഓഫ് ക്യാൻസർ, ക്യാൻസർ ഒന്ന് മരിച്ചു. ഒരു കാരണത്താൽ എന്ന് പറയുന്ന അടുത്ത് ഓഫ് ഉപയോഗിക്കാം. ഓക്കെ. അത് മാത്രമാണ് ഓഫിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ഇനി ചില വാക്കുകളെങ്കിലും ഓഫ് ചേർക്കണം. ഒന്ന് അബൻഡൻസ്, അബൻഡൻസ് കഴിഞ്ഞാൽ ഓഫ് ചേർക്കുക. അബൻഡൻസ് ഓഫ്. അടുത്ത അഫ്രൈഡ്, അഫ്രൈഡ് ഓഫ്, അഫ്രൈഡ് ഓഫ്, അഫ്രൈഡ് ഓഫ്. അതേപോലെ അടുത്തത് ബിവെയർ ഓഫ്, ബിവെയർ ഓഫ്. അതുപോലെ ക്യാപ്പബിൾ ഓഫ്, ക്യാപ്പബിൾ ഓഫ്. അതുപോലെ കോൺഫിഡൻറ്റ് ഓഫ്. അതുപോലെ ഫോണ്ട് ഓഫ്, ക്യൂർ ഓഫ്. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? ഇന്നസെന്റ് ഓഫ്, പ്രൗഡ് ഓഫ്. വാക്കുകളൊക്കെ ഉണ്ടായി. അബൻഡൻസ്, അബൻഡൻസ് ധാരാളം. അഫ്രൈഡ്, ബിവെയർ, ക്യാപ്പബിള്, കോൺഫിഡൻറ്റ്, ഫോണ്ട്, ക്യൂർ, ക്യൂർ ഓഫ്. അതേപോലെ എന്ത് ചെയ്യുന്നു? ക്യൂർ. അതുപോലെ ഏത് പറഞ്ഞൂടെ? ഇന്നസെന്റ്, പ്രൗഡ്. അതുപോലെ എൻവി ഓഫ്, എൻവി, എൻവി ഓഫ്, അസൂയ. ക്യൂർ, എൻവി. അപ്പോൾ വാക്കുകളെന്ന് പറഞ്ഞേ അബൻഡൻസ്, അഫ്രൈഡ്, ബിവെയർ, ക്യാപ്പബിള്, കോൺഫിഡൻറ്റ്, ഫോണ്ട്. അതുപോലെ ക്യൂർ, CURE, ക്യൂർ. അതുപോലെ ഇന്നസെന്റ്, പ്രൗഡ്, എൻവി. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? സെൻസിബിൾ, നല്ലൊരു വാക്കാണ് കേട്ടോ. സെൻസിബിൾ ഓഫ്, സെൻസിബിൾ. ഈ വാക്ക് ചോദിച്ചിട്ടുണ്ട്. സെൻസിബിൾ ഓഫ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്തുക? ഓഫ് ചേർത്ത് പറയുക. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഓഫ് ചേർത്ത് പറയും. മറക്കില്ലല്ലോ. ഓക്കെ. ഓഫ് ഒരു കാരണത്താൽ എന്നിടത്താണ് ഓഫ് ഉപയോഗിക്കുന്നത്. ഓഫ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് കുറച്ച് വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ഓഫ് ചേർത്തിട്ട് പറയാം. അടുത്ത നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബൈ. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ബൈ,
ബൈ വാഹനങ്ങളുടെ പേരിന് മുന്നിലാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ബൈ ഉപയോഗിക്കുന്നത്. വാഹനങ്ങളുടെ പേരിന് മുന്നിലാണ് ബൈ ഉപയോഗിക്കുന്നത്. ബൈ കാറ്, ബൈ കാറ്, ബൈ ജീപ്പ്, ബൈ ജീപ്പ്, ബൈ ലോറി, ബൈ ഷിപ്പ്, ബൈ ഓട്ടോ, ബസ് എല്ലാം ബൈ ആണ്. വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ബൈ ആണ്. എന്നാൽ ഈ ടൂ വീലേഴ്സിന്റെ പേരിന് മുന്നിലായിട്ട്, ടൂ വീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കുട്ടികളെ? ബൈക്ക്, ബൈസൈക്കിള്, അതുപോലെ സ്കൂട്ടർ, ഇവയ്ക്ക് മുന്നിലായിട്ട് എന്തുണ്ടാന്ന് നോക്കണം? പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ടെന്ന് നോക്കണം. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ, ഈ വാക്കുകളാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ, ഇവയിൽ ഏതെങ്കിലും ഉണ്ടെന്ന് നോക്കണം. അല്ലെങ്കിൽ ആർട്ടിക്കിൾ എ ആൻഡ് ദി, എ ആൻഡ് ദി, ഇതിൽ ഏതെങ്കിലും ഉണ്ടെന്ന് നോക്കണം. അപ്പം ടൂ വീലേഴ്സിന്റെ പേരിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺ ചേർത്ത് പറയണം. എന്ത് ചേർത്ത് പറയണം? ഓൺ എ ബസ്, സോറി ഓൺ എ ബൈക്ക്, ഓൺ എ ബൈസൈക്കിൾ, ഇങ്ങനെ ഓൺ ചേർത്തിട്ട്. ഇനി ബാക്കി വാഹനങ്ങൾ, ബാക്കി എന്ന് പറഞ്ഞാൽ ടൂ വീലേഴ്സ് അല്ലാത്ത വാഹനങ്ങൾ. അപ്പം അത് എന്ത് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? കാറ്, ബസ്, ലോറി, ഷിപ്പ്, ട്രെയിന്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? എയ്റോപ്ലെയിന്, ജീപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വലുത്, രണ്ടാമത്തെ ചെറുത്. ഇല്ലേ? ചെറുതെന്ന് പറഞ്ഞാൽ 3-4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതും കുറേ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതും. ഇതിൽ കാറ് ചെറുത്, കാറ്, ജീപ്പ്, ഓട്ടോ ഒക്കെ ചെറുത്, ഇല്ലേ? അതേപോലെ വാൻ, ഇതൊക്കെ ചെറുതാണ്. ഈ ചെറിയ വാഹനങ്ങൾക്ക് മുന്നിൽ നമുക്ക് എല്ലാത്തിനും മുന്നിൽ ബൈ ആണ് ചേർക്കുന്നത്. ഇവയ്ക്ക് മുന്നിലെല്ലാം ബൈ ആണ് ചേർക്കുന്നത്. എന്നാൽ ചില സമയത്ത് ബൈ മാറും. ബൈ എപ്പോഴാണ്? വലിയ വാഹനങ്ങൾ, സോറി വലിയ വാഹനങ്ങളല്ല, ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ചെറിയ വാഹനങ്ങൾ. ചെറിയ വാഹനങ്ങളാണെങ്കിൽ ഏതൊക്കെ? കാറ്, ജീപ്പ്, ഓട്ടോ, വാൻ. ഇപ്പുറത്തത് വലുതായിരിക്കണേ, വലുത് ഞാൻ എഴുതിയതില്ല. നോക്കിയേ, ചെറിയ വാഹനങ്ങൾക്ക് മുന്നിലും ബൈ ആണ്. എന്നാൽ ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ബൈ ഉപയോഗിക്കരുത്, പകരം ഇന്ന് ഉപയോഗിച്ച് പറഞ്ഞു. എന്തുപയോഗിക്കണം? ഇന്ന് ഉപയോഗിക്കണം. അപ്പം ഡോർ, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഡോറുള്ള വാഹനങ്ങളിൽ വലുത്, അല്ലെങ്കിൽ മൂടിയുള്ള വാഹനങ്ങളിൽ വലുത്. അവധി വലുതല്ല, ചെറുത്. മൂടിയുള്ള വാഹനങ്ങളിൽ ചെറുത് ഏതൊക്കെയാണ്? കാറ്, ജീപ്പ്, ഓട്ടോ, വാൻ. അവയ്ക്ക് മുന്നിൽ ബൈ ആണ് നമ്മൾ ചേർക്കുന്നത്. എന്നാൽ അവയ്ക്ക് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നാൽ ബൈ ചേർത്തത് പകരം ഇന്ന് ചേർക്കണം. എക്സാമ്പിൾ പറയാം. ഐ ആം കമ്മിങ് ഹിയർ, ഏത് ചേർത്ത് പറയാം? ഡാഷ് കാർ, ബൈ കാർ. ഐ ആം കമ്മിങ് ഹിയർ ഡാഷ് എ കാർ എന്ന് പറഞ്ഞാൽ ഇന്നേ കാർ. മനസ്സിലായ? ഇനി വലിയ വാഹനങ്ങൾ ഏതൊക്കെയുണ്ട്? ബസ്, ഷിപ്പ്, എയ്റോപ്ലെയിന്, ഇങ്ങനെയൊക്കെയുള്ളത്, ട്രെയിന്, ഇവയ്ക്ക് മുന്നിൽ. അവയ്ക്ക് മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ഓൺ ഉപയോഗിച്ച് വേണം. ബൈക്ക് വരെ എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിച്ചിട്ട് പറയണം. ഓക്കെ. അപ്പോൾ ഡോറുള്ള വാഹനങ്ങളിൽ, വലിയ വാഹനങ്ങൾക്ക് മുന്നിൽ എന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം? പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ഉപയോഗിക്കാം. ഐ ആം കമ്മിങ് ഹിയർ ഡാഷ് ബസ് എന്ന് മാത്രം പറഞ്ഞു. എന്ത് പറയണം? ബൈ ബസ്. എന്നാൽ ഐ ആം കമ്മിങ് ഹിയർ ഡാഷ് എ ബസ് എന്ന് പറഞ്ഞാൽ ഓൺ എ ബസ്. അവിടെ എന്ത് പറയണം? ഓൺ എ ബസ് പറയണം. മറക്കൂലല്ലോ. ഇതൊന്നും ഓർമ്മയിലിരിക്കുക. ഓക്കെ. ഇനി നമ്മൾ പ്രിപ്പോസിഷൻ ചില വാക്കുകളോടൊപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയണോ? ചില വാക്കുകളോടൊപ്പം ഒരേ സെയിം വേർഡ്സ് വിത്ത് ഡിഫറെന്റ് പ്രിപ്പോസിഷൻ ഉണ്ട് കേട്ടോ. സെയിം വേർഡ്സ്, സെയിം വേർഡ് വിത്ത് ഡിഫറെന്റ് പ്രിപ്പോസിഷൻ, വിത്ത് ഡിഫറെന്റ്, ഒരേ വാക്കുകൾ വ്യത്യസ്ത പ്രിപ്പോസിഷൻ. റൈറ്റ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് എന്തൊക്കെ ചേർക്കാം? വിത്തും ചേർക്കാം, അതുപോലെ റൈറ്റിനോടൊപ്പം എന്തും ചേർക്കാം കുട്ടികളെ? ഇന്നും ചേർക്കാം. പ്രത്യേകത ഇവിടെ പെന്ന്, പെൻസിൽ എന്നൊക്കെ പറയണം. പേന ഉപയോഗിച്ച് എഴുതി, പെൻസിൽ ഉപയോഗിച്ച്. ഇവിടെ ആണെങ്കിൽ കളറും കൂടെ പറയണം. ബ്ലൂ ഇങ്ക് പെന്ന്, റെഡ് ഇങ്ക് പെന്ന് എന്നൊക്കെയാണ് പറയുന്നത്. മഷിയുടെ കളർ കൂടെ പറയുകയാണെങ്കിൽ ഇന്ന് ചേർക്കുക. വെറുതെ പെന്ന്, പെൻസിൽ എന്ന് പറഞ്ഞാൽ റൈറ്റ്, വിത്ത് പറയുക. അതുപോലെ മെയ്ഡ്, മെയ്ഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ചേരുക. മെയ്ഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഫ്രമും ചേരാറുണ്ട്. മെയ്ഡിനോടൊപ്പം എന്തും ചേർക്കാം?
മെയ്ഡിനോടൊപ്പം ഓഫും ചേർക്കാറുണ്ട്. അപ്പോൾ വസ്തുവിന് രൂപമാറ്റം വന്നാണ് മറ്റൊരു വസ്തു ആവണമെങ്കിൽ മെയ്ഡ് ഫ്രം പറയണം. രൂപമാറ്റം വരാതെ മറ്റൊരു വസ്തു ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഓഫ് പറയണം. എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. ആപ്പിളിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ വസ്തു രൂപമാറ്റം വന്നല്ലേ മറ്റൊരു വസ്തു ആയത്. അപ്പോൾ നമ്മളവിടെ മെയ്ഡ് ഫ്രം പറയോ മെയ്ഡ് ഓഫ് പറയോ? മെയ്ഡ് ഫ്രം പറയണം. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം ആപ്പിൾ. എന്നാൽ വസ്തു രൂപമാറ്റം വരാതെ മറ്റൊരു വസ്തു ആയാല, ഇപ്പം ഡെസ്ക് ഉപയോഗിച്ചു, ഡെസ്ക് തടി ഉപയോഗിച്ച് ഡെസ്ക് ഉണ്ടാക്കി. വസ്തുവായിട്ടിരിക്കില്ലേ, തടി അതുപോലെ ഇരിക്കില്ലേ, ഷേപ്പ് ഒന്ന് മാറിയെന്നുള്ളൂ, തടിയല്ലേ. ദിസ് ഡെസ്ക് ഈസ് മെയ്ഡ് ഓഫ് വുഡ്, മെയ്ഡ് ഓഫ് വുഡ്. അപ്പോൾ വസ്തുവിന് രൂപമാറ്റം വന്ന് മറ്റൊരു വസ്തുവായ മെയ്ഡ് ഫ്രം, വരാതെ മറ്റൊരു വസ്തുവായാൽ മെയ്ഡ് ഓഫ് പറയണം. ഇനി ഡൈഡ്, ഡൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് എന്ത് ചേർക്കാം മക്കളെ? ഡൈഡ് ഓഫ് ചേർക്കാം, ഡൈഡ് ഫ്രം ചേർക്കാം, അതേപോലെ ഡൈഡ് ഇന്ന് ചേർക്കാം, അതേപോലെ ഡൈഡ് ഫോർ ചേർക്കാം, അതേപോലെ ഡൈഡ് ബൈ ചേർക്കാം. പ്രത്യേകത എന്താ? അസുഖം മുഖേന മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? ഡൈഡ് ഓഫ് ക്യാൻസർ. ഓവർ ഈറ്റിംഗ് എന്നാണ് കിടക്കുന്നതെങ്കിൽ ഡൈഡ് ഫ്രം. അപ്പോൾ ഹീസ് ഡൈഡ് ഫ്രം ഓവർ ഈറ്റിംഗ്. ഇനി ആക്സിഡന്റ് മുഖേനയുള്ള മരണങ്ങളാണെങ്കിൽ ഡൈഡ് ഇൻ, ഹീസ് ഡൈഡ് ഇൻ ഡെസ് ആക്സിഡന്റ്. രാജ്യത്തിന് വേണ്ടി മരിച്ചു, ഒന്നിനു വേണ്ടി മരിച്ചു എന്ന് പറയാൻ വേണ്ടി ഡൈഡ് ഫോർ, ഹി ഈസ് ഡൈഡ് ഫോർ അവർ കൺട്രി. സൂയിസൈഡ് എന്നാണ് കിടക്കുന്നത്, സൂയിസൈഡ് മുഖേനയാണ് മരിച്ചതെന്ന് പറയാൻ ഡൈഡ് ബൈ, ഹി ഡൈഡ് ബൈ സൂയിസൈഡ്. മറക്കൂലല്ലോ, ഇതൊന്ന് ഓർമ്മയില്ല. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ വളരെ പ്രധാനപ്പെട്ടതും PSC ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പ്രിപ്പോസിഷൻ നന്നായിട്ട് മനസ്സിലാക്കി പോവുക. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.